നമസ്കാരം, CCTV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തിരഞ്ഞെടുപ്പ് വാർത്തകൾ. CPI വിട്ട ഗുരുവായൂർ നഗരസഭ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് വി ചന്ദ്രൻ ഗുരുവായൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് അഭിലാഷ് പറഞ്ഞു. CPI മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ KK വത്സരാജനും സഹോദരൻ KK ജ്യോതിരാജനുമെതിരെ കടുത്ത ആരോപണമുന്നയിച്ചാണ് അഭിലാഷ് കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടത്. CPIയുടെ വാർഡായ 17-ൽ 3 പേരുകളാണ് സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്. ഇതിൽ താൻ സ്ഥാനാർത്ഥിയാകണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടായിരുന്നതെന്ന് അഭിലാഷ് പറഞ്ഞു. എന്നാൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജ്യോതിരാജിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. ഈ വാർഡ് തനിക്ക് വീട് പോലെയാണ്. വാർഡിലെ ജനങ്ങളുടെ അഭിപ്രായം കണക്കിലെടുത്ത് നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും അഭിലാഷ് പറഞ്ഞു. CPIയുടെ സംസ്ഥാന കൺട്രോൾ കമ്മീഷനിൽ ഞാൻ ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതിയിൽ ഏറ്റവും വലിയ വിഭാഗീയ പ്രവർത്തനം തൃശ്ശൂർ ജില്ലയിൽ നടത്തിയിട്ടുള്ള ആള് എന്ന് കണ്ടെത്തിയത് CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള KK വത്സരാജിന്റെ അനിയനാണ്. അദ്ദേഹം ഭാര്യയ്ക്കും അദ്ദേഹത്തിനും ജോലി ഈ പാർട്ടിയിൽ നിന്ന് CPIയിൽ നിന്ന് മേടിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹം റിട്ടയർ ആയതിന് ശേഷം സുഖവാസത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇങ്ങോട്ട് വന്നത്. ഈ കൺട്രോൾ കമ്മീഷനിൽ ഏറ്റവും വിഭാഗീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നത് എന്ത് സന്ദേശമാണ് CPI കൊടുക്കുന്നത്? KK വത്സരാജിന് ഒരു വാശിയാണ് എന്റെ അനിയനെ അദ്ദേഹം താമസിക്കുന്ന വാർഡിൽ മത്സരിപ്പിക്കണം എന്നുള്ളത്. അത് നല്ല സന്ദേശമല്ല കൊടുക്കുന്നത്. CPIയുടെ മണ്ഡലം സെക്രട്ടേറിയറ്റിലും മണ്ഡലം കമ്മിറ്റിയിലും എന്റെ പേരാണ് വന്നത്. 3 പേര് ബ്രാഞ്ചിൽ നിന്നും ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും വന്നു. KK ജ്യോതിരാജും അഭിലാഷ് വി ചന്ദ്രനും AIYFന്റെ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള വിവേകും. ഒരു യൂത്തിനെ മത്സരിപ്പിക്കണം എന്നുള്ള തരത്തിലാണ് KK ജ്യോതിരാജിന്റെ പോലൊരു നേതാവ് പറയേണ്ടിയിരുന്നത്. അദ്ദേഹം സ്വന്തം മത്സരിക്കാനുള്ള ഒരു ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രവർത്തനങ്ങളല്ല നടത്തേണ്ടിയിരുന്നത്. എന്റെ വാർഡ് എനിക്ക് വീട് പോലെയാണ്. വാർഡിലെ എല്ലാവരും എന്നെ ആ വീട്ടിലൊരു അംഗം എന്നുള്ള രീതിയിലാണ് എന്നെ കാണുന്നത്. ഇത്തരം കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ മത്സരിപ്പിച്ചാൽ നല്ല ഒരു പ്രവർത്തനം ഇദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഗുരുവായൂരിൽ BJPയിലും പൊട്ടിത്തെറി. സീറ്റ് തർക്കത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം KK സുമേഷ് കുമാർ പാർട്ടി വിട്ടു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നീക്കം. 14 വർഷമായി സജീവ BJP പ്രവർത്തകനാണ് KK സുമേഷ് കുമാർ. നേരത്തെ DICയെ പ്രതിനിധീകരിച്ച് നഗരസഭാ കൌൺസിലറായിട്ടുണ്ട്. കേരള കോൺഗ്രസ് B ജില്ലാ പ്രസിഡന്റായിരുന്നു. സാമുദായിക അടിസ്ഥാനത്തിലാണ് BJP സീറ്റ് നിർണ്ണയിക്കുന്നത് എന്നാണ് സുമേഷിന്റെ ആരോപണം. BJPക്ക് പടിഞ്ഞാറേ നടയിൽ ഒരു നയവും കിഴക്കേ നടയിൽ മറ്റൊരു നയവുമാണ്. ഹൈസ്കൂൾ 34-ാം വാർഡ് സീറ്റ് തനിക്ക് നൽകാമെന്ന് ധാരണയുണ്ടായിരുന്നതായി സുമേഷ് പറഞ്ഞു. എന്നാൽ ജനറൽ വാർഡായ ഇവിടെ നിലവിലെ കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥിനാണ് സീറ്റ് നൽകിയത്. ജനറൽ സീറ്റിൽ പുരുഷന്മാരെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഇതുപ്രകാരമാണ് കിഴക്കേ നടയിൽ സീറ്റ് നിർണയം നടത്തിയത്. എന്നാൽ ഹൈസ്കൂൾ ജനറൽ സീറ്റ് വനിതയ്ക്ക് നൽകിയത് അംഗീകരിക്കാനാവില്ല. ഗുരുവായൂരിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യമിടുന്നത്. ഇതിനെ തുരങ്കം വയ്ക്കുന്നതാണ് സാമുദായിക വേർതിരിവ്. ഇതിൽ പ്രതിഷേധിച്ച് ജില്ലാ പ്രസിഡന്റിന് രാജിക്കത്ത് കൈമാറി. ഉടൻ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും സുമേഷ് കുമാർ പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകി. 22 വാർഡുകളുള്ള പഞ്ചായത്തിൽ 21-ൽ CPM നേരിട്ടും ഘടകകക്ഷിയായ CPI 10-ാം വാർഡ് അറക്കലിലും മത്സരിക്കും. കഴിഞ്ഞ 25 വർഷമായി ഇടതുപക്ഷം ഭരണം കൈയാളുന്ന പഞ്ചായത്തിൽ ഇത്തവണ വനിതാ ജനറലിനാണ് പ്രസിഡന്റ് സ്ഥാനം. സ്ഥാനാർത്ഥികളെ നേതാക്കൾ പെരുമ്പിലാവ് സെന്ററിൽ വെച്ച് ഹാരാർപ്പണം നടത്തി പ്രകടനമായാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിച്ചത്. തുടർന്ന് പഞ്ചായത്ത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായ പഞ്ചായത്ത് സെക്രട്ടറി KR രേഖയ്ക്ക് സ്ഥാനാർത്ഥികൾ പത്രിക നൽകി പ്രതിജ്ഞയെടുത്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി, കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, കടവലൂർ ലോക്കൽ സെക്രട്ടറിമാരായ അജിത് കുമാർ, KE സുധീർ, മറ്റ് നേതാക്കളും സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ടായിരുന്നു. ഗുരുവായൂർ നഗരസഭയിലെ CPI സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തി. വാർഡ് 13 മാണിക്കത്തുപടിയിൽ ഉണ്ണികൃഷ്ണൻ കരുമത്തിൽ, വാർഡ് 15 സബ് സ്റ്റേഷൻ സബീഷ് വിജയൻ, വാർഡ് 24 എടപ്പുള്ളി സുമിത,
വാർഡ് 28 പാർത്ഥസാരഥി സരിത പ്രസാദ്, വാർഡ് 7 ബ്രഹ്മകുളം ജാബിറ ഷിഹാബ്, വാർഡ് 11 ചക്കംകണ്ടം ഷാനി റജി, വാർഡ് 17 ഇരിങ്ങപ്പുറം സൗത്ത് കെ ജ്യോതിരാജ്, വാർഡ് 38 പൂക്കോട് വെസ്റ്റ് അനീഷ്മ ഷനോജ്, വാർഡ് 39 കപ്പിയൂർ ടി.കെ. രാജീവ് എന്നിവരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മുൻ എം.എൽ.എ. ഗീതാ ഗോപി, ഗീതാ രാജൻ, ബിന്ദു പുരുഷോത്തമൻ, എം.എ. സന്തോഷ്, പി.വി. സന്തോഷ്, ശിവരാമകൃഷ്ണൻ പാർട്ടി പ്രവർത്തകരും നേതൃത്വം വഹിച്ചു. മറ്റു വാർത്തകളിലേക്ക്. പാറേമ്പാടത്ത് കാറിന് പിറകിൽ കാറിടിച്ച് അപകടം. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പാറേമ്പാടം രുചി റെസ്റ്റോറൻറ്റിന് സമീപത്താണ് അപകടം നടന്നത്. കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുകളാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോയിരുന്ന കാറിന് പിറകിൽ ഇടിച്ച കാർ ഹോട്ടലിന് മുന്നിലെ നിർമ്മാണം നടക്കുന്ന കാനയിലേക്ക് തലകീഴായി മറിഞ്ഞു. മുന്നിലുണ്ടായിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് സമീപത്തെ പറമ്പിലേക്കും മറിയുകയായിരുന്നു. അപകടത്തിൽ അത്ഭുതകരമായാണ് യാത്രക്കാർ ഗുരുതര പരിക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടത്. പരിക്കേറ്റവരെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരള വിഷന്റെ നേതൃത്വത്തിൽ കേബിൾ ഓപ്പറേറ്റർമാർക്കും ടെക്നീഷ്യന്മാർക്കുമായി KEE ആപ്ലിക്കേഷനെക്കുറിച്ച് ക്ലാസ് സംഘടിപ്പിച്ചു. കേരള വിഷന്റെ OTT പ്ലാറ്റ്ഫോമിൽ സിനിമ കാണുന്നതിനായുള്ള കേരള വിഷൻ എക്സ്ട്രാ എൻ്റർടൈൻമെൻറ്റ് ആപ്ലിക്കേഷൻ ഉപയോഗത്തെക്കുറിച്ചായിരുന്നു ക്ലാസ്. കുന്നംകുളം CCTV ടവറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ടെക്നിക്കൽ മാനേജർ രാജേഷാണ് പരിശീലനം നൽകിയത്. ചടങ്ങിൽ CCTV മാനേജിംഗ് ഡയറക്ടർ KC ജോൺസൺ, ഡയറക്ടർമാരായ VK പ്രമോദ്, പോൾ ജേക്കബ്, ബാബു പോൾ, മാനേജർ സിൻഡോ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നവംബർ 21 വെള്ളിയാഴ്ച നടക്കുന്ന അയ്യപ്പൻ വിളക്കിന്റെ ഭാഗമായി നടത്തുന്ന അന്നദാനത്തിലേക്ക് ഭക്തർ ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്ന കലവറ നിറക്കൽ ചടങ്ങ് നടന്നു. അയ്യപ്പൻ വിളക്കിന് 10,000-ലധികം പേർക്കാണ് ഭക്ഷണം നൽകുന്നത്. നാനാജാതി മതസ്ഥർക്കും പങ്കെടുക്കാനുള്ള സൗകര്യത്തിനു വേണ്ടി ക്ഷേത്രഗോപുരത്തിന് പുറത്താണ് കലവറ ഒരുക്കിയിരിക്കുന്നത്. നാളെ വ്യാഴാഴ്ചയും ഭക്തർക്ക് സമർപ്പണം നടത്താവുന്നതാണ്. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുബിദാസ്, ക്ഷേത്രം സെക്രട്ടറി സുനീഷ് ഐനിപ്പള്ളി എന്നിവർ നേതൃത്വം നൽകി. കലവറ നിറക്കൽ ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. നവംബർ 19 ലോക ശുചിമുറി ദിനത്തിൽ ചാലിശ്ശേരി മെയിൻ റോഡിലെ ശുചിമുറി സൗകര്യക്കുറവ് വീണ്ടും ചർച്ചയാകുന്നു. പ്രദേശത്തിന്റെ ഹൃദയഭാഗമായ മെയിൻ റോഡ് സെന്ററിൽ ഇന്നുവരെ ഒരു പൊതു ശൗചാലയവും ഇല്ലാത്തത് യാത്രക്കാരെയും തൊഴിലാളികളെയും ദുരിതത്തിലാഴ്ത്തുകയാണ്. ഗുരുവായൂർ റോഡിലെ ബസ് സ്റ്റോപ്പിന് സമീപമുള്ള കിണറും ചുറ്റുമുള്ള ഒഴിവുള്ള സ്ഥലവും ഉപയോഗപ്പെടുത്തി ശുചിമുറി നിർമ്മാണം നടത്താൻ കഴിയുമെന്നാണ് പ്രദേശവാസികളുടെ അഭിപ്രായം. തദ്ദേശ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും MLA MP ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി പദ്ധതി നടപ്പാക്കാൻ പൂർണ്ണമായും സാധ്യമാണെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ആരംഭിച്ചിട്ടില്ലെന്ന് ചുമട്ടുതൊഴിലാളിയായ PK സുനിൽ, ഓട്ടോറിക്ഷ കാർ ഡ്രൈവർമാരായ മണി NP, K ചന്ദ്രൻ, CA മണി എന്നിവർ പറഞ്ഞു. ഒരുപാട് വർഷക്കാരും യാത്രക്കാരും ചുമട്ടുതൊഴിലാളികൾ അങ്ങനെ ഒരുപാട് ആളുകൾ വന്നിറങ്ങി കയറി പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു പൊതു ശൗചാലയം എന്നാണ് നമുക്ക് ഈ പ്രദേശവാസികൾക്കും യാത്രക്കാർക്കും ആവശ്യം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ എത്രയും പെട്ടെന്ന് ഉണ്ടാവുകയാണെങ്കിൽ വളരെ ഉപകാരമായിട്ടൊരു കാര്യമാണ്. അതിനുള്ള സൗകര്യങ്ങളും ചാലിശ്ശേരി സെൻറ്ററിൽ ഉണ്ടെന്നുള്ളതാണ്. ഒരു ബാത്റൂമിൻ്റെ ആവശ്യം നിർബന്ധമാണ്. അതിവിടെ വന്നവർക്കൊക്കെ ഒന്ന് മൂത്രമൊഴിക്കാൻ വെച്ചാൽ നമ്മൾ ബാങ്കുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, മിനി സിവിൽ സ്റ്റേഷൻ, ആശുപത്രി, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് ദിനംപ്രതി വിവിധ ആവശ്യങ്ങൾക്കായി നൂറുകണക്കിന് പേർ എത്തുന്നുണ്ട്. കൂടാതെ ഓട്ടോ, ടാക്സി തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ തുടങ്ങി പ്രദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും ഈ സൗകര്യക്കുറവ് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളോട് ഈ വിഷയം ശക്തമായി ഉന്നയിക്കാൻ പ്രദേശവാസികൾ ഒരുങ്ങുകയാണ്. ഗുരുവായൂർ ഔട്ടർ റിംഗ് റോഡിൽ രൂപം കൊണ്ട ഗർത്തത്തിൽ ചാടി നിരന്തരമായി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിൽ KP ഉദയന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കുഴികൾ കോൺക്രീറ്റ് ചെയ്തു. കണ്ണൻ അയ്യപ്പത്ത്, KP മനോജ്, നന്ദു പാർത്ഥസാരഥി, ബിബിൻ ഭാസ്കർ, അതുൽദാസ്, ദിനേശ് ചന്ദ്രശേഖർ എന്നിവർ നേതൃത്വം നൽകി. ചൊവ്വാഴ്ച രാത്രിയാണ് കുഴികളടച്ചത്. എരുമപ്പെട്ടി ദേശവിളക്കിനോടനുബന്ധിച്ച് കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചവാദ്യം ശ്രദ്ധേയമായി. ഒരു പെൺകുട്ടിയുൾപ്പെടെ 27 പേരടങ്ങുന്ന സംഘമാണ് പഞ്ചവാദ്യത്തിൽ താളപ്പെരുമഴ തീർത്തത്.
എടപ്പാളിൽ സന്തോഷ് ആലങ്കോടിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിലെ 24 പേരും മദ്ദള വിദ്വാൻ സുധീഷ് നെല്ലുവായിയുടെ 3 ശിഷ്യരും അരങ്ങു തകർത്തു. 12 വയസ്സിന് താഴെയുള്ള സുധീഷ് നെല്ലുവായിയുടെ ശിഷ്യരായ നിരഞ്ജൻ, അഥർവ്, സിദ്ധാർത്ഥ് എന്നിവരും സന്തോഷ് ആലങ്കോടിൻ്റെ ശിഷ്യരായ ശ്രീലക്ഷ്മി, കാശിനാഥ്, അലൻ, തീർത്ത്, അനിരുദ്ധ്, ധ്യാൻദേവ്, ദിവിൻ, ആദിനാഥ് എന്നീ മിടുക്കന്മാരാണ് മുൻനിരയിലുണ്ടായിരുന്നത്. പഞ്ചവാദ്യത്തിൻ്റെ താളത്തിന് ശക്തി പകരാൻ കുട്ടിക്കൂട്ടത്തോടൊപ്പം ആശാന്മാരുൾപ്പെടെ 13 പേരുണ്ടായിരുന്നു. 2 മണിക്കൂർ നീണ്ട പഞ്ചവാദ്യ പെരുമഴ കാണികൾക്ക് ഹരം പകർന്നു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,445 രൂപ, പവന് 91,560 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 167 രൂപ. ചരമം: പഴഞ്ഞി വെസ്റ്റ് മങ്ങാട് പൊന്നമ്പാടത്ത് പറമ്പിൽ താമി നിര്യാതനായി. 93 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അമ്മിണി ഭാര്യയും രാജൻ, വിജയൻ, മോഹനൻ, ചന്ദ്രിക എന്നിവർ മക്കളുമാണ്. മണത്തല സ്കൂളിന് മുൻവശത്തു താമസിക്കുന്ന പരേതനായ കുരിക്കളകത്ത് പേനത്ത് കുഞ്ഞിമുഹമ്മദ് ഭാര്യ സുലേഖ നിര്യാതയായി. 75 വയസ്സായിരുന്നു. ഖബറടക്കം മണത്തല പള്ളി ഖബർസ്ഥാനിൽ നടത്തി. പരേതനായ റഹീം, നാസർ, സുബൈർ, ഷഹീർ എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.